ഈ പുഴയും കടന്ന് പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗംഗയും കൊണ്ടാണെങ്കിൽ വിനീത് തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഗംഗയ്ക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് വേണമെന്ന് പറഞ്ഞ് ബീച്ചൊക്കെ കണ്ടിട്ടാണ് അവരവിടെ വരുന്നത്. കയ്യിലുള്ള കാശ് മൊത്തവും കണ്ണാടിയും മറ്റുള്ള സാധനങ്ങളും വാങ്ങിച്ച് വിനീത് തീർത്ത്. കടക്കാരനാണെങ്കിൽ വിനീതിനെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കാൻ വന്നിരുന്നതിന് ശേഷമാണ് അവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത്, നല്ല പൈസ ആവുന്നുണ്ടെന്ന് വിനീത് അറിയുന്നത്. അപ്പോഴാണ് വിനീത് സലീമേട്ടൻ്റെ അടുത്ത് പറയുന്നത് കയ്യിൽ കാശില്ലെന്ന്. അപ്പോൾ സലീമൊക്കെ പറയുന്നുണ്ട്, വിനീത് തിരുവനന്തപുരം വരെ അരിയാട്ടാനാണോ നീ വന്നതെന്ന് ചോദിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് വിനീത് സലീമയ്ക്കടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു നമ്പർ ഇടാം, നീ കൂടെ നിന്നോണം എന്ന് പറയാണ്. അങ്ങനെ സലീമിക്ക ആണെങ്കിൽ പതുക്കെ ബേബി ചായയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ടുപോരെ വിനീത് പറയുന്നുണ്ട്, ഞാനത് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് വിനീതും പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് പോയവരാരും തിരിച്ചു വരില്ല. അപ്പം ഗംഗ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ബേബി ചായനാണെങ്കിൽ നന്നായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ വിനീത് വന്ന് പറയാണ്, ഗംഗെ ബേബി ചായന് ഒട്ടും വയ്യ, കള്ളെല്ലാം കൂടെ കുടിച്ച് ഭയങ്കര ഛർദ്ദിൽ, ഇനി നമുക്കിവിടെ നിന്ന് സമയം കളയാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. ഈ സമയത്ത് പാവം ഗംഗയ്ക്കാണെങ്കിൽ വിശന്നിട്ട് സഹിക്കാൻ വയ്യ, എന്നാലും പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് വിനീത് പറഞ്ഞുകൊണ്ട് ഗംഗ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. വണ്ടിയിലാണെങ്കിൽ ബാക്കിലിരിക്കുകയാണ് സലീമിക്കയും വിനീതും ഗംഗയും. അപ്പം ഫ്രണ്ടിൽ ബേബി ചായനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പം സലീമിക്ക പറയുന്നുണ്ട്, ഡാ നിനക്ക് വാള് വെക്കണമെങ്കിൽ പറയണേ, വണ്ടി നിർത്തിത്തരാം, ഇല്ലെങ്കിൽ നീ വാള് വെക്കുന്നത് പാവം ഗംഗക്കൊച്ചിൻ്റെ മുഖത്തേക്കായി പോകുമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗംഗ അങ്ങ് വല്ലാതിരിക്കുകയാണ്. ഗംഗയ്ക്കാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്, ഓക്കാനിച്ച് വരികയാണ്. അപ്പോൾ ഫ്രണ്ടിലിരുന്ന് ബേബിയാണെങ്കിൽ അതേപോലെ ഛർദ്ദിക്കാനൊക്കെ വരികയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് വിനീതിൻ്റെ വീട്ടിൽ വിനീതിൻ്റെ പെങ്ങൾ ഗീതയും ഭർത്താവും കൂടെ പ്ലാൻ ചെയ്യുകയാണ്. എന്തായാലും ഭർത്താവും വന്നിട്ടുണ്ട് വീട്ടിലേക്ക്, പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഭർത്താവ് ചോദിക്കുകയാണ്, ഇതിൽ നിൻ്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്, നീ എൻ്റെ കൂടെ നിൽക്കുമോ, അതാണ് അറിയേണ്ടതെന്ന് പറയാണ്. അപ്പം ഗീത പറയുന്നുണ്ട്, സ്വത്ത് കിട്ടാനല്ലേ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും ഞാൻ കൂടെ നിൽക്കാം, അതിന് ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യേണ്ടെങ്കിൽ അതിനും ഞാൻ തയ്യാറാന്ന് പറയാണ്. അപ്പോൾ സുലോചനയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ഗീതയുടെയും ഭർത്താവിൻ്റെയും പ്ലാൻ നേരെ സുലോചന അടുത്ത് വന്ന് സ്വത്ത് ചോദിക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. എന്തായാലും സുലോചനയാണെങ്കിൽ സ്വത്തുക്കളൊന്നും കൊടുക്കത്തില്ല. സുലോചന വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെയും ആവശ്യം എൻ്റെ സ്വത്തും എൻ്റെ പണവും ഒക്കെ ആണെങ്കിൽ അതും കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നേ നല്ലതെന്ന് സുലോചന പറയുന്നുണ്ട്. ഈ സമയത്ത് ഗംഗയുടെയും ഭർത്താവിൻ്റെയും പ്ലാൻ പ്രകാരം ഗംഗയുടെ ഭർത്താവ് എട്ടുകത്തിയുമായി കള്ള് കുടിച്ച പോലെ അഭിനയിച്ച് സുലോചന അടുത്തോട്ട് വരുന്നുണ്ട് കൊല്ലാൻ വേണ്ടി. അപ്പം ഗീതയും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത കാര്യമാണ്. അപ്പം അതിനുശേഷം സുലോചന ആണെങ്കിൽ പേടിച്ച് വിറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നരൻ്റെ വീട്ടിലാണെങ്കിൽ നരൻ്റെ ചെറിയമ്മയാണെങ്കിൽ അംബിക എടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇതുവരെ ചാന്ദിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, ഇത്രയും നാൾ അവളെക്കുറിച്ചൊരു വിവരവും കിട്ടാത്തതിൽ ഒരു ദുരൂഹതയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചാന്ദിനെ മിക്കവാറും നരൻ സ്നേഹിച്ച പെണ്ണായിരിക്കും. അപ്പം പിന്നെ കാണിക്കുന്ന നരനാണെങ്കിൽ പുറത്തേക്ക് പോകാൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ ജയദേവനാണെങ്കിൽ മുത്തശ്ശൻ്റെ രഘുനാഥൻ്റെ കാല് പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും മുത്തശ്ശൻ്റെ കാല് പിടിച്ച് അകത്ത് കയറാനാണെന്ന് നരന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നരനാണെങ്കിൽ അംബികാമ്മയ്ക്ക് മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തായിരുന്നു, ജയദേവൻ തിരിച്ചു വന്നാൽ ജയദേവനെ ഇനി അടിച്ചിറക്കി വിടത്തില്ലെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നരൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.